ബദർ മൗലിദ് രചിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ അവരുകളാണ്. ബഹുമാനപ്പെട്ടവർ ഒരു വ്യാജനായിരുന്നില്ല, മറിച്ച് കേരളത്തിൽ അറിയപ്പെട്ട മഹാപണ്ഡിതന്മാരുടെ ഗുരുവര്യരായിരുന്നു. എന്തിനധികം പറയണം, പുത്തൻവാദികളുടെ നേതാവായ KM മൗലവിയുടെ ഭാര്യയുടെ പിതാവ്, അതുപോലെ വെറും ഒരു കൈമുണ്ട് മാത്രം ധരിച്ചിട്ട് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം എന്ന് വാദിച്ചിരുന്ന MCC അഹമ്മദ് മൗലവി അടക്കമുള്ള MCC മൗലവിമാരുടെ പിതാവുമായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി നവർ അല്ലാഹു മർക്കദഹു എന്ന മഹാപണ്ഡിതൻ, ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരെ പോലുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെ ഗുരുവര്യരാണ്. ആ മഹാനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മഹാനായ ഗുരുവര്യരാണ് അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ. ബഹുമാനപ്പെട്ടവരാണ് ബദർ മൗലിദ് രചിച്ചിട്ടുള്ളത്. ആ ബദർ മൗലിദിൽ പറഞ്ഞ ഒരു കാര്യത്തെയാണ് അദ്ദേഹം എടുത്തു വിമർശിക്കുന്നത്. അദ്ദേഹത്തിന് അറിവില്ലാത്തതിൻ്റെ പേരിൽ അറിവില്ലായ്മ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. ബദരീങ്ങളെ സംബന്ധിച്ച് ധാരാളം ബഹുമാനങ്ങൾ പറയാൻ തന്നെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മിഷ്കാത്തിൻ്റെ ഷറഹിൽ നമുക്ക് കാണാൻ സാധിക്കും, വഅൻ ബഅദി തുജാരി സുലഹാഇ, സാലിഹീങ്ങളായ ബിസിനസ്സുകാരിൽ നിന്ന് ഒരാളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു, അറത്തുൽ ഹജ്ജ ഇലാ ബൈത്തില്ലാഹിൽ ഹറാം, ഞാൻ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചു, വക്കാനലി മാലുൻ കഥീറുൻ അഖ്ഷാ അലൈഹിമിനൽ നുസൂസ്, എനിക്ക് ധാരാളം ധനമുണ്ടായിരുന്നു, ഞാൻ കള്ളന്മാരെ ഭയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞതുപോലെ ചട്ടിയും കുടിക്കുകയൊന്നുമല്ല. ഫഖതബത്തു അസ്മാ അഹ്ലി ബദരിൻ ഫി ഖിർത്താസിൻ, ഞാൻ ബദരീങ്ങളുടെ പേര് ഒരു കടലാസിൽ എഴുതി. എന്നിട്ട് വജഅൽതു ഫീ ഉസ്ഖുഫിൽ ബാബി, ഞാൻ വാതിലിൻ്റെ മേലെ അത് അവിടെ വെച്ചു. വസാഫർത്തു, ഞാൻ യാത്ര ചെയ്തു. ഫഫി അയ്യാമി ഗൈബത്തി, ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ വീട്ടിലേക്ക് കള്ളന്മാർ വന്നു. പക്ഷേ അവർ മേലെ ടെറസിൽ കയറിയപ്പോൾ സമീഉ ഫിൽ ബൈത്തി ഹദീസൻ വഖഅഖഅത സിലാഹിൻ, അവർ അവിടെ വീട്ടിൽ വെച്ച് ചില ശബ്ദങ്ങളും അതുപോലെ ആയുധം തമ്മിൽ മുട്ടുന്ന ചില ശബ്ദങ്ങളുമൊക്കെ കേട്ടു. ഫറജഉ, അവർ തിരിച്ചുപോയി. സുമ്മ അതൗഫിൽ ലൈലത്തി സാനിയത്തി മിസ്ല ദാലിക ഫതഅജ്ജബു, പിറ്റേ ദിവസവും വന്നു, അപ്പോഴും അത് കണ്ടു. അപ്പോൾ അവരിങ്ങനെ അത്ഭുതപ്പെട്ടു. അങ്ങനെ ഞാൻ ഹജ്ജിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ആ കള്ളന്മാരുടെ തലവൻ എൻ്റെ അടുത്ത് വന്നു, എന്നോട് ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ എന്താണ് കാവലിന് ചെയ്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കാര്യമായി നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ചെയ്തത്, അതായത് പോലീസുകാരെ നിർത്തിയൊന്നുമല്ല, മറിച്ച് ഞാനൊരു കടലാസിൽ അല്ലെങ്കിൽ ഒരു തോലിൽ ഒരു വലായ ഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അളീം എന്ന ഖുർആനിലെ മഹത്തായ ആയത്തിൽ നിന്ന് എഴുതിയിട്ടുണ്ട്, ആയത്തുൽ കുർസിയുടെ അവസാനം. വകതബത്തു മഅഹ അസ്മാ അഹ്ലി ബദരിൻ ബി അസ്രിഹിം, ബദരീങ്ങളുടെ പേര് മുഴുവനും അതോടുകൂടെ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് തന്നെയാണ് എന്നാൽ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത്, അങ്ങനെ കഫാനി ദാലിക്, ഞങ്ങളെ തടഞ്ഞത് അതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ വെച്ച് ഈ വ്യക്തിയുടെ ഹാജിയായി വന്ന വ്യക്തിയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം ഖേദിക്കുകയും വകതബ മിന്നി തിൽക്കൽ അസ്മാ, ആ പേരുകളൊക്കെ അദ്ദേഹം എന്നോട് എഴുതി വാങ്ങുകയും ചെയ്തു എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറെ ഒരു സംഭവവും നമുക്ക് കാണാൻ സാധിക്കും, അതും ബദർ മൗലിദിലുള്ളത് തന്നെയാണ്. അതിലും തൗബ ചെയ്ത് നന്നായി അദ്ദേഹം എന്നിൽ നിന്ന് അദ്ദേഹം കൊള്ളത്തലവനായ ആൾ ഈ ബദറുകളുടെ പേര് പഠിച്ചു എന്നാണുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയ ഒരാൾക്ക് ബദരീങ്ങളുടെ കറാമത്ത് മുഖേന യഥാർത്ഥത്തിൽ ഹിദായത്തിൻ്റെ വെളിച്ചം ലഭിക്കുകയും അദ്ദേഹം നന്നാവുകയും ചെയ്തതാണ് ആ സംഭവത്തിലുള്ളത്. അതോടുകൂടി ബദരീങ്ങളുടെ മഹത്വവും അതുപോലെ തന്നെ ആയത്തുൽ കുർസിൻ്റെ മഹത്വവും ഒക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ആയത്തുൽ കുർസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നിട്ട് കളവ് നടത്താൻ വേണ്ടി വന്ന കള്ളനിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവും ഇല്ല, അതിന് ആയത്തുൽ കുർസി ഓതൽ മാത്രമാണ് മാർഗമെന്ന് വന്ന കള്ളൻ പറഞ്ഞു കൊടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അവൻ കള്ളനാണെങ്കിൽ പറഞ്ഞത് ശരിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി സഹീഹുൽ ബുഖാരി പോലുള്ള ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. ഇനി കള്ളൻ തന്നെ പറഞ്ഞാലും പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ സ്വീകരിക്കുന്നതിന് വിരോധമില്ല, അത് ഒരു സ്വീകരിക്കപ്പെടാൻ പറ്റുന്ന വ്യക്തിയിൽ നിന്ന് അറിയണം എന്നേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കള്ളനാണ്, പറഞ്ഞാൾ കള്ളനാണ്, അതുകൊണ്ട് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ വിവരമില്ലാത്തതിൻ്റെ കൂടി മതം പറയുമ്പോഴുണ്ടാകുന്ന അബദ്ധങ്ങളാണ് ഇത്തരത്തിലുള്ള ശബ്ദങ്ങളെല്ലാം. ഇതുപോലെ വേറെയും പല സ്ഥലങ്ങളിലും ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബദർ മൗലിദിൽ മാത്രമല്ല, അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ വലിയ ആലിമായിരുന്നു, വലിയ മഹാനായിരുന്നു.
അതുകൊണ്ട് അദ്ദേഹം പല കിതാബുകളിൽ കണ്ട കാര്യം പറഞ്ഞായിരിക്കും. ഞാൻ എൻ്റെ ചെറിയ അറിവനുസരിച്ച് കണ്ടതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ വേറെയും പല ഗ്രന്ഥങ്ങളിലും ഈ സംഭവം രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും അന്നഫഹത്തുൽ മിസ്കിയ ഫി റിഹലത്തിൽ മക്കിയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അബ്ദുല്ലാഹിബിൻ ഹുസൈൻ സുവൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും ഈ സംഭവം പറയുന്നുണ്ട്. ബദർ മൗലിദിൽ പറഞ്ഞ സംഭവം. അങ്ങനെ എത്രയോ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മരണത്തിന് ശേഷം പിന്നെ ഒന്നുമില്ല എന്നാണ് അബൂജഹലിൻ്റെ വാദം. ആ വാദം അംഗീകരിക്കാത്തവരാണ് മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങൾക്ക് പരിശുദ്ധ ഖുർആനാണ് തെളിവ്. ഖുർആനിൽ അല്ലാഹു തആല മഹാന്മാരായ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞത് തന്നെ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു, അള്ളയാണ് റബ്ബെന്ന് പ്രഖ്യാപിച്ച് നേർക്കുനേരെ ജീവിക്കുന്നവർ തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾക്കൊരു മുഷ്ബും വേണ്ട, ഒരു പേടിയും വേണ്ട എന്ന് മലക്കുകൾ അവരുടെ അടുക്കൽ ഇറങ്ങും. വാബിശ്റൂ ബിൽ ജന്നത്തിലെത്തി കുന്തും തുഅദു, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാം എന്ന് പറയും. നഹ്നു ഔലിയാക്കും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിൽ നിങ്ങൾക്ക് സഹായിക്കാൻ ഞങ്ങളുണ്ടാകും, ആഖിറത്തിലും ഞങ്ങളുണ്ടാകും. വലക്കും ഫീഹ മാ തസ്തഹി അൻഫുസുക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അവിടെ ആഖിറത്തിൽ കിട്ടും. വലക്കും ഫീഹ മാ തദ്ദഉ, നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ തരും എന്ന് പറയുമെന്ന് സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം റാസി രേഖപ്പെടുത്തുന്നത് കാണാം, ആ മഹാന്മാരായ ആളുകളുടെ ആത്മാക്കൾക്ക് മലക്കുകൾ സഹായികളാകുമെന്ന് പറഞ്ഞത് ഹാസിനുൻ മിൻ ജിഹാത്തിൻ കസീറത്തിൻ മഅലൂമത്തിൻ ലി അർബാബിൽ മുകാശഫാത്തി വൽ മുശാഹദാത്തി, കറാമത്തുകളുള്ളവർക്കും മറ്റും ബോധ്യപ്പെട്ട ഒരുപാട് വശങ്ങളിലൂടെ മലക്കുകളുടെ സഹായമുണ്ടാകുമെന്നാണ് ഫഹും യഖൂലൂന. അപ്പോൾ മലക്കുകൾ പറഞ്ഞതായി അള്ള പഠിപ്പിക്കുന്നത് എന്താണ്? കമാ അന്ന തിൽക്കൽ വിലായത്തെ കാനത്തെ ഹാസിലത്തം ഫി ദുനിയ, ദുനിയാവിൽ മലക്കുകൾ നിങ്ങൾക്ക് സഹായത്തിന് ഉണ്ടായതുപോലെ ഫഹിയത്തക്കൂന് ബാഖിയത്തം ഫിൽ ആഖിറ, ആഖിറത്തിലും നിങ്ങൾക്ക് സഹായത്തിന് മലക്കുകൾ ഉണ്ടാവും. ഫഇന്ന തിൽക്കൽ അലായിഖത്ത് ആതിയത്തുൻ ലാസിമത്തുൻ ഗൈറു ഖാബിലത്തിൻ ലിസ്വാലി ബൽ കഅന്നഹ തസിറു ബഅദൽ മതി അഖ്വാ വ അബ്ഖാ, മരണത്തിന് ശേഷം അത് കൂടുതലുണ്ടാകും, ശക്തമായി ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ബദരീങ്ങൾ, ജനങ്ങളിൽ മനുഷ്യന്മാരുള്ള ബദരീങ്ങൾ എന്ന് പറയുന്ന സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരെ സഹായിക്കാൻ വേണ്ടി 5000-ഓളം മലക്കുകൾ ഇറങ്ങിയത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ മലക്കുകളുടെ സഹായം ബദരീങ്ങൾക്ക് അതിൻ്റെ ശേഷവും തുടർന്നുകൊണ്ടേയിരിക്കും. ആ മലായിക്കത്തിൻ്റെ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ബദരീങ്ങൾ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ബദരീങ്ങൾ ഡയറക്റ്റ് സഹായിച്ചു കൊള്ളണം എന്നില്ല. അവർക്ക് സഹായിക്കുന്ന മലക്കുകളും അവരെ ബഹുമാനിച്ചുകൊണ്ട് സഹായം നൽകി എന്ന് വരുമെന്ന് ഖുർആൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറ്റൊന്നുകൂടി ഞാൻ പറയുകയാണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും അവർക്ക് പറ്റാത്തതൊക്കെ തള്ളിക്കളയുകയാണെങ്കിൽ ഇസ്ലാമിലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ തള്ളേണ്ടി വരും. ഇബ്നു കസീർ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണെന്നും തഫ്സീർ എഴുതിയ ആളാണെന്നും നമുക്കറിയാവുന്നതിൻ്റെ പുറമെ അദ്ദേഹം ഇബ്നു തൈമിയയുടെ ശിഷ്യനും അതോടുകൂടെ തന്നെ അദ്ദേഹത്തെ പുത്തൻവാദികൾ വളരെയേറെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിതനാണ് ഇബ്നു കസീർ. അദ്ദേഹത്തിൻ്റെ അൽ ബിദായത്തു വൻ നിഹായയിൽ നമുക്കൊരു സംഭവം കാണാം. ഉമൈർ ഇബ്നു ഹബീബ് സുലമി എന്ന് പറയുന്ന മഹാനെയും 8ഓളം ആളുകളെയും റോമൻ ചക്രവർത്തി അറസ്റ്റ് ചെയ്ത് തലവെട്ടാൻ വേണ്ടി വിധിച്ചു. അങ്ങനെ വിധിച്ചപ്പോൾ 8 ആളുകളെ തലവെട്ടിയെങ്കിലും ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഒരു പ്രഗത്ഭനായ ഒരാളുടെ ശുപാർശ നിമിത്തം മാറ്റിവെച്ചിട്ട് ഭരണാധികാരിയുടെ പ്രൈവറ്റ് റൂമിൽ വളരെ ഭംഗിയുള്ള മകളെയും കൂടി കൊണ്ടുപോയി കയറ്റി കൊടുത്തിട്ട് അദ്ദേഹത്തെ പിഴപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. അദ്ദേഹം അവിടെ നിന്ന് ആ സ്ത്രീയിലേക്ക് തീരെ തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ എന്തുകൊണ്ടാണ് നീ എന്നിലേക്ക് തിരിഞ്ഞു നോക്കാത്തതെന്ന് വെച്ചപ്പോൾ എൻ്റെ ദീനാണ് എന്നെ നിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ തടയുന്നത് എന്ന് ആ ഭംഗിയുള്ള പെൺകുട്ടിയോട് അദ്ദേഹം പറഞ്ഞപ്പോൾ, ഞാനൊരു പെണ്ണിന് വേണ്ടി എൻ്റെ ദീൻ കൈയൊഴിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ, നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ആ പെൺകുട്ടി. അതേന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയിൽ ആരും കാണാതെ വാതിൽ തുറന്ന് അദ്ദേഹത്തെ വിട്ടുകൊടുത്തു. അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്തു. അങ്ങനെ 4 ദിവസം യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ, രാത്രിയിലാണ് യാത്ര, പകൽ പോകുമ്പോൾ പട്ടാളമോ ജനങ്ങളോ കാണുന്നത് പേടിച്ചിട്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു നല്ല ദവാബിൻ ഹുബിൻ നല്ല ഭംഗിയുള്ള വാഹനപ്പുറത്ത് കുറേ ആളുകൾ വരുന്നത് കണ്ടു. നോക്കുമ്പോൾ ആരാണ്? ഫൈദാ നബി അസ്ഹാബില്ലദീന ഖുതിലു, എൻ്റെ കൂടെ വന്ന് കൊല്ലപ്പെട്ടു പോയ 8 ആളുകളാണ്. വേറെയും കുറേ ഒമാഹുമാഹറിന് വേറെയും ചിലരുണ്ട്. ഉമൈർ അള്ളാഹുവിന് പറഞ്ഞു, എന്നെ കണ്ടപ്പോൾ അവർ വിളിച്ചു ഉമൈർ. ഞാൻ പറഞ്ഞു അവരോട്, അവലൈസഖദ് ഖുതിൽതും, നിങ്ങളൊക്കെ നേരത്തെ കൊല്ലപ്പെട്ടു പോയ ശുഹദാക്കളല്ലേ? ഖാലൂ ബല, അവർ പറഞ്ഞു അതെ. വലാകിന്നല്ലാഹ അസ്സ വജല്ല നസറ ശുഹദാ, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ശുഹദാക്കളെ ഇറക്കി വിട്ടിരിക്കുകയാണ്. അതിനലഹും, അവർക്ക് സമ്മതം കൊടുത്തിരിക്കുകയാണ്. യശ്ഹദു ജനാസത്ത ഉമർ ബിൻ അബ്ദുൽ അസീസ്
ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണ വിഷയത്തിൽ മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ശുഹദാക്കൾക്ക് അള്ളാഹു സമ്മതം കൊടുത്തതുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു, നാവിൽ നീ ഏതൊക്കെ ഉമേറെ നിങ്ങളെ കയ്യൊന്നും ഇങ്ങോട്ട് കാണിക്കുമെന്ന്. ഞാൻ എന്നെ കൈ കാണിച്ചു കൊടുത്തപ്പോൾ എന്നെ അവർ പിടിച്ച് അവരെ വാഹനത്തിൻ്റെ മുകളിൽ ഫാറദ ഫനീഫ സിർന യസീറൻ അങ്ങനെ വാഹനപ്പുറത്ത് കയറ്റി അവർ കൊണ്ടുപോയി കുറച്ച് യാത്ര ചെയ്തപ്പോൾ എന്നെ അവിടെ ഇറക്കിയിട്ട് പറഞ്ഞു, ഇതിൻ്റെ അടുത്താണ് എൻ്റെ വീട് എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് എൻ്റെ വീട്ടിലെത്തുകയും ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം ഇബ്നു കസീർ അൽ ബിദായത്തു നിഹായിൽ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ വഹാബ് തന്നെ അദ്ദേഹത്തിൻ്റെ കിതാബ് തമന്നിൽ മൗത്ത് എന്ന ഗ്രന്ഥത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഖബറിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞതായി, ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞതായി പറയുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് 100,000 സംഭവങ്ങൾ പറയാണ്ട് ഞാൻ സംഭവം പറഞ്ഞപ്പോൾ നീട്ടുന്നില്ല. അപ്പോൾ ഇതൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത ഈ പുത്തൻവാദികൾ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞ ചരിത്രം, ബദരീങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയും പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയും ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ അവറുകൾ ബദർ മൗലിദിൽ കൊടുത്തപ്പോൾ അതിനെ ഒരു വിവരവും ഇല്ലാതെ കെട്ടുകഥയാണെന്ന് പറഞ്ഞങ്ങ് ചോദ്യം ചെയ്യാൻ പഴച്ചു പോയവരൊക്കെ അങ്ങനെ തന്നെയാണ്. ശേഖനൂർ മൗലവി അദ്ദേഹം പറഞ്ഞു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഴുവൻ ഹദീസുകളും കെട്ടുകഥയാണ്, സഹീഹുൽ ബുഖാരി കെട്ടുകഥയാണ്. അദ്ദേഹം പറഞ്ഞു 5 നേരം നിസ്കരിക്കണമെന്ന്, അതും കെട്ടുകഥ തന്നെയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് അസാത്തീറുൽ അവ്വലീൻ മക്കയിലെ മുശ്രിക്കുകളും പറഞ്ഞു അത് തന്നെ. അങ്ങനെ അമ്പിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും ബദരീങ്ങളുടെയും എതിരാളികൾ സത്യമായ സംഭവങ്ങൾ തന്നെ അത് കെട്ടുകഥയാണ് എന്നൊക്കെ പറയും. എന്നാൽ കെട്ടുകഥയാണ് എന്നതിന് ഒരു തെളിവ് ആ മനുഷ്യൻ പറഞ്ഞിരുന്നെങ്കിൽ യാതൊരു തർക്കമില്ലായിരുന്നു. അതായത് ഇന്ന കിതാബിൽ ഇത് കെട്ടുകഥയാണെന്ന് പറയുന്നുണ്ട്. അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ കുളൂസ് കേൾക്കാനാണോ ഇവിടെ മനുഷ്യന്മാരിരിക്കുന്നത്?